നൃത്തം ചെയ്യുന്ന നടരാജ രൂപത്തിൽ മഹാദേവന്റെ പാദങ്ങൾക്കടിയിൽ നിങ്ങൾ കാണുന്ന അസുരന്റെ പേര് അപസ്മാരൻ അല്ലെങ്കിൽ മുയലകൻ എന്നാണ്. അജ്ഞത, മറവി, അഹങ്കാരം എന്നിവയുടെ പ്രതീകമാണ് ഈ അസുരൻ. അതോടൊപ്പം അപസ്മാരം എന്ന രോഗത്തെയും ഇവൻ പ്രതിനിധീകരിക്കുന്നു. വലിയൊരു രാക്ഷസന്റെ മുഖവും എന്നാൽ കുട്ടിയുടെ ശരീരവുമുള്ള ഒരു കൊച്ചു രാക്ഷസനെയാണ് അപസ്മാരനെ ചിത്രീകരിക്കാറുള്ളത്. പുരാണങ്ങൾ അനുസരിച്ച് അപസ്മാരന് മറ്റുള്ളവരുടെ ബോധം നശിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവൻ ഈ കഴിവ് ഉപയോഗിച്ച് ലോകത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിച്ചു. ഒരിക്കൽ ചില മുനിമാരുടെ അഹങ്കാരം നശിപ്പിക്കാനായി മഹാദേവനും മാതാ പാർവതിയും ഭിക്ഷാടകരായി അവരുടെ യജ്ഞശാലയിലെത്തി. പക്ഷേ വന്നിരിക്കുന്നത് മഹാദേവനും മാതാ പാർവതിയുമാണെന്ന് മുനിമാർക്ക് അറിയില്ലായിരുന്നു. ഇത് കണ്ട മുനിമാർ കോപാകുലരായി തങ്ങളുടെ യജ്ഞശക്തി ഉപയോഗിച്ച് വിഷസർപ്പങ്ങളെ സൃഷ്ടിച്ച് മഹാദേവന് നേരെ അവർ അയച്ചു. എന്നാൽ മഹാദേവൻ അവയെല്ലാം എളുപ്പത്തിൽ നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടും ദേഷ്യം തീരാത്ത മുനിമാർ അപസ്മാരനോട് ശിവനെ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ ശക്തി ഉപയോഗിച്ച് അപസ്മാരൻ മാതാ പാർവതിയെ ബോധരഹിതയാക്കാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ മഹാദേവൻ 14 തവണ തന്റെ ഡമരു മുഴക്കി. ആ ശബ്ദം താങ്ങാനാവാതെ അപസ്മാരൻ നിലത്തു വീണു. ഉടൻ തന്നെ മഹാദേവൻ തന്റെ നടരാജ രൂപം സ്വീകരിച്ച് അപസ്മാരനെ തന്റെ കാൽ കീഴിലാക്കി നൃത്തം ചെയ്യാൻ തുടങ്ങി. അപസ്മാരൻ ഒരു അമരനാണെന്നും അവന്റെ മരണം ലോകത്തിൽ നിന്ന് അജ്ഞതയെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഭഗവാൻ ശിവൻ അറിയാമായിരുന്നു. എന്നാൽ അജ്ഞത പൂർണ്ണമായി ഇല്ലാതായാൽ അറിവിനോടുള്ള ബഹുമാനം ഇല്ലാതാകുമെന്ന് ഭഗവാൻ വിശ്വസിച്ചു. അതുകൊണ്ട് അപസ്മാരനെ പൂർണ്ണമായി നശിപ്പിക്കാതെ തന്റെ പാദങ്ങൾക്കടിയിൽ എന്നെന്നും നിലനിർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. നടരാജന്റെ ഈ നൃത്തം ഒരാൾക്ക് തന്റെ ദോഷങ്ങളെയും അഹങ്കാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നതിന്റെ പ്രതീകമാണ്. ഇത് ആത്മനിയന്ത്രണത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സന്ദേശം നൽകുന്നു. അങ്ങനെ അജ്ഞതയെ തന്റെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഭഗവാൻ ശിവൻ നടരാജനായി അപസ്മാരനെ തന്റെ പാദങ്ങൾക്കടിയിൽ അമർത്തിപ്പിടിച്ച് നൃത്തം ചെയ്യുന്നു. കാരണം